അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട 4ാം ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികളെ, ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ എന്തൊക്കെയാണ് വരിക എന്നുള്ള ഒരു ആശങ്ക 4ാം ക്ലാസ്സിലുള്ള അറബി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുണ്ടാകും. ആ ഒരു ആശങ്ക പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. ഈ വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രിസ്മസ് പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടാൻ സാധിക്കുമെന്നുള്ള കാര്യം ഞാൻ പറയുകയാണ്. ഒന്നാമതായിട്ട് പഠിക്കേണ്ടത് അൽ ഉസ്ര, ഫാമിലി, കുടുംബം. ഒരു കുടുംബത്തിലുള്ള അംഗങ്ങളുടെ പേര് അറബിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പാഠപുസ്തകത്തിൽ. അതൊന്ന് ഒന്നുകൂടി ഉഷാറായിട്ട് പഠിക്കുക. ജദ്ദുൻ, ജദ്ദത്തുൻ. ജദ്ദ് എന്ന് പറഞ്ഞാൽ വല്യുപ്പ, ജദ്ദത്ത് എന്ന് പറഞ്ഞാൽ വല്യുമ്മ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ. ഓക്കെ. അതുപോലെ തന്നെ ഖാല്, ഖാലത്ത്. ഖാൽ എന്ന് പറഞ്ഞാൽ അമ്മാവൻ, ഖാലത്ത് എന്ന് പറഞ്ഞാൽ എളാമ, മൂത്തമ്മ, അതാണ് ഖാലത്ത്. ഉമ്മാൻ്റെ അനിയത്തി, ജ്യേഷ്ഠത്തി, അതാണ് ഖാലത്ത്. ഉമ്മാൻ്റെ അനുജന്മാർ, ജ്യേഷ്ഠന്മാർ, ആങ്ങളമാരുണ്ടാവുമല്ലോ, അതാണ് ഖാല്. ഓക്കെ. അതുപോലെ അമ്മ്, അമ്മത്ത്. അമ്മ എന്ന് പറഞ്ഞാൽ എളാപ്പ, മൂത്താപ്പ, അവർക്കാണ് അമ്മ എന്ന് പറയാം. അതായത് പിതാവിൻ്റെ സഹോദരങ്ങൾ. എന്നാൽ പിതാവിൻ്റെ സഹോദരിമാർക്കാണ് അമ്മത്ത് എന്ന് പറയുക. ഓക്കെ. അടുത്തത് അബ് എന്ന് പറഞ്ഞാൽ ഉപ്പ, ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മ. ഓക്കെ. ശേഷം നമ്മുടെ ജ്യേഷ്ഠന്മാർ, അനിയന്മാർ, സഹോദരങ്ങൾ, അവർക്ക് പറയുന്ന പേരാണെന്ത്? അഹുൻ എന്ന് പറയും. നമ്മുടെ സഹോദരിമാർക്ക് എന്ത് പറയുന്നു? ഉഖ്ത് എന്ന് പറയുന്നു. ഓക്കെ, മനസ്സിലായില്ലേ? അന എന്ന് പറഞ്ഞാൽ ഞാൻ. ഇത് പഠിച്ചാൽ ഈ ഉസ്രത്തുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ സാധിക്കുന്നതാണെന്ന് ഞാൻ ഉറപ്പ് തരാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ പഠിക്കണം. ഇതിൽ അവസാനം ഒരു യാ കൊടുത്തിട്ടില്ലേ? ഖാലി, ഉമ്മി, അബി എന്നുള്ളത് അത് എൻ്റെ എന്നുള്ള അർത്ഥത്തിനാണ് കേട്ടോ. ഉമ്മി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മ, അബി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പ. ഓക്കെ, മനസ്സിലായോ? ജദ്ദത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ വല്യുമ്മ, ജദ്ദി എന്ന് പറഞ്ഞാൽ എൻ്റെ വല്യുപ്പ. അങ്ങനെയാണ് കേട്ടോ. അത് യാ കാരണം മുത്തക്കല്ലിമിൻ്റെ യാ എന്ന് പറയും. എൻ്റെ എന്നുള്ള അർത്ഥത്തിനാണ് കേട്ടോ. അതല്ല നമ്മൾ അവരെ മാത്രം പറയാനാണ് ഉമ്മ്, അബ്, അമ്മത്ത്, അമ്മ്, ഖാലത്ത്, ഖാൽ, അഹ്, ഉഖ്ത്. മനസ്സിലായില്ലേ? അടുത്തത് സമയത്തിൻ്റെതാണ്. അൽ ഔഖാത്ത്, സമയം. അത് പഠിക്കണം. അത് നമ്മുടെ പാഠപുസ്തകത്തിൽ പഠിച്ചതാണ്. 1 മണിക്ക് അസ്സാത്തുൽ വാഹിദ എന്ന് പറയും, 1 മണി. 2 മണിക്ക് അസ്സാത്തു സാനിയ, 3 മണിക്ക് അസ്സാത്തു സാലിസ, 4 മണിക്ക് അസ്സാത്തു റാബിയ. അടുത്തത് അസ്സാത്തുൽ ഖാമിസ, അസ്സാത്തു സാദിസ, അസ്സാത്തു സാബിയ, അസ്സാത്തു സാമിന, അസ്സാത്തു താസിഅ, അസ്സാത്തുൽ ആഷിറ. അസ്സാത്തുൽ ഹാദിയ അഷറ, അസ്സാത്തു സാനിയ അഷറ. ഇതൊക്കെയാണ് ഓരോ സമയത്തിൻ്റെത്. എന്നാൽ 1:30, 2:30, ഒരു അര കൂടുമ്പോൾ, 30 മിനിറ്റ് കൂടുമ്പോൾ ഈ വാക്കിൻ്റെ കൂടെ വൻ നിസ്ഫ് എന്ന് ചേർത്താൽ മതി. അസ്സാത്തുൽ വാഹിദ വൻ നിസ്ഫ്. നിസ്ഫ് എന്ന നൂന് സ്വാദ് ഫാ, നിസ്ഫ് എന്ന പകുതി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അര. അസ്സാത്തു സാനിയ എന്ന് പറഞ്ഞാൽ 2 മണിയാണ്. വൻ നിസ്ഫ് എന്ന് പറയുമ്പോഴോ 2:30. അസ്സാത്തു സാലിസ എന്ന് പറഞ്ഞാൽ 3 മണി. അപ്പോൾ അസ്സാത്തു സാലിസ വൻ നിസ്ഫ് എന്ന് പറഞ്ഞാൽ 3:30. അതും കൂടി പഠിച്ചു വെക്കണം കേട്ടോ. മനസ്സിലായില്ലേ? നിസ്ഫ് മറക്കണ്ട. നൂൻ, സ്വാദ്, ഫാ കേട്ടോ. ഇവ 3 കൂട്ടി ചേർത്ത് നിസ്ഫ് എന്ന് പറഞ്ഞാൽ പകുതി എന്നാണ് അർത്ഥം. ഓക്കെ. ഇനി അടുത്ത ഭാഗം നോക്കാം. അടുത്തത് അൽ അയ്യാമുൽ ഉസ്ബൂ, ആഴ്ചയിലെ ദിവസങ്ങൾ കേട്ടോ. ഒരാഴ്ചയിലെ എല്ലാ ദിവസങ്ങളും നമ്മൾ അറബിയിൽ പഠിക്കണം. അറബിയിലുള്ള കലണ്ടർ നമ്മുടെ പാഠപുസ്തകത്തിൽ നമ്മൾ പ്രത്യേകം പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറബി കലണ്ടർ. ഓക്കെ. അതിൽ ഞായറിന് പറയൽ യൗമുൽ അഹദ്, തിങ്കളിന് യൗമുൽ ഇസ്നൈൻ, ചൊവ്വക്കോ യൗമുൽ സലാസ, ബുധൻ യൗമുൽ അർബിആ, വ്യാഴം യൗമുൽ ഖമീസ്, വെള്ളി യൗമുൽ ജുമുഅ, ശനി യൗമുസ് സബത്ത്.
ഇവ എന്ത് ചെയ്യുക, അറബി തന്നെ പറഞ്ഞു പഠിക്കുക കേട്ടോ. ചില കലണ്ടറിൽ നോക്കിയാലും കാണാൻ പറ്റുന്നതാണ് യൗമുൽ അഹദ്, യൗമുൽ ഇസ്നൈൻ, യൗമുൽ സലാസ എന്നൊക്കെ. ഇവ നമ്മൾ പഠിച്ചാൽ തീർച്ചയായിട്ടും ഇത് 1-ാം ക്ലാസ്, പിന്നെ 4-ാം ക്ലാസ്സിൽ മാത്രമല്ല എല്ലാ ക്ലാസ്സിലും നമുക്ക് ഭാവിയിലും നമുക്ക് ഉപകാരപ്പെടുമെന്ന് അറിയിക്കുകയാണ്. ഇവ പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഭാഗത്തുനിന്ന് ചോദ്യം വരും, നിങ്ങൾക്ക് സുഗമമായിട്ട് ഉത്തരം എഴുതാവുന്നതാണ്. അടുത്തത് അൽ അദവാത്തുൽ ഇസ്തിഫ്ഹാമിയ്യ, അതായത് പിന്നെ ചോദ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ചോദ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, പിന്നെ നിൻ്റെ കയ്യിൽ എന്താണ്, മാതാ ഫി യദിക്ക. അപ്പോൾ മാതാ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് കേട്ടോ. ഫി യദിക്ക നിൻ്റെ കയ്യിൽ. അതുപോലെ തന്നെ ഐന എന്ന് പറഞ്ഞാൽ എവിടെ, ഐന ബൈത്തുക്ക നിൻ്റെ വീട് എവിടെ, ഐന മദ്രസത്തുക്ക നിൻ്റെ വിദ്യാലയം, നിൻ്റെ സ്കൂൾ എവിടെ എന്നൊക്കെയാണ്. മാത എന്ത്, ഐന എവിടെ. അതുപോലെ മത എന്ന് പറഞ്ഞാൽ എപ്പോൾ, മത എപ്പോൾ. കൈഫ എന്ന് പറഞ്ഞാൽ എങ്ങനെ, കൈഫൽ ഹാൽ എന്താണ്, എങ്ങനെയാണ് അവസ്ഥ, എന്താണ് നിൻ്റെ അവസ്ഥ എന്നുള്ളൊരു, പിന്നെ ഹൗ ആർ യു എന്നൊക്കെ പറയില്ലേ നമ്മൾ, ആ ഒരു ആശയത്തിനൊക്കെയാണ് കൈഫ എങ്ങനെ എന്ന് പറയുക. പിന്നെ മൻ എന്ന് പറഞ്ഞാൽ ആര്, മൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആര്. മൻ ഇൻദക നിൻ്റെ അടുക്കൽ ആരാണ്, മൻ ഫി ബൈത്തിക്ക നിൻ്റെ വീട്ടിൽ ആരാണ്, അങ്ങനെ ഉണ്ടാവുമല്ലോ. മൻ എന്ന് പറഞ്ഞാൽ ആര്. ഇത് നമ്മൾ പരീക്ഷ പേപ്പറിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില വാക്കുകൾ കൊടുക്കാൻ സാധ്യതയുണ്ട്. ഒരു പാരഗ്രാഫ് കൊടുക്കും, എന്നിട്ട് ആ പാരഗ്രാഫിൽ നിന്നുള്ള ആശയം പഠിച്ച ശേഷം അതിൽ നിന്ന് ചോദ്യങ്ങൾ കൊടുക്കും. അതിലുള്ള അദവാത്തുൽ ഇസ്തിഫ്ഹാമിയ്യ, അതായത് ചോദ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാക്കുകൾ, അത് അവിടെ ഡാഷ് പൂരിപ്പിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടാവും. അവിടെ നിങ്ങളെന്ത് ചെയ്യുക, ആശയം മനസ്സിലാക്കി പൂരിപ്പിക്കുക. ഓക്കെ. അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് എണ്ണങ്ങളാണ് കേട്ടോ. നമ്മൾ 1-ാം ക്ലാസ് മുതലേ വാഹിദ്, ഇസ്നാനി, സലാസ, അർബ, ഹംസ, സിത്ത, സബ, സമാനിയ, തിസ്അ, അശറ എന്നൊക്കെ പഠിച്ചിരുന്നു. അന്ന് മുതൽ തുടങ്ങിയതാണ് എണ്ണം പഠിക്കാൻ. അത് തന്നെയാണ് നമ്മളിപ്പോഴും പഠിക്കുന്നത്. 4-ാം ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അശറ എന്ന് പറഞ്ഞാൽ 10, ഇഷ്റൂൻ എന്ന് പറഞ്ഞാൽ 20, സലാസൂൻ എന്ന് പറഞ്ഞാൽ 30, അർബഊൻ എന്ന് പറഞ്ഞാൽ 40, ഹംസൂൻ എന്ന് പറഞ്ഞാൽ 50, സിത്തൂൻ എന്ന് പറഞ്ഞാൽ 60, സബഊൻ എന്ന് പറഞ്ഞാൽ 70, സമാനൂൻ 80, തിസ്ഊൻ എന്ന് പറഞ്ഞാൽ 90, മിഅത്തുൻ എന്ന് പറഞ്ഞാൽ 100. ഓക്കെ. ഇതെന്തിനാന്ന് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട എണ്ണം ചോദ്യം വരില്ല, മറിച്ച് 35, 42, 58 ആ രൂപത്തിലായിരിക്കും ചോദ്യങ്ങൾ വരിക. അപ്പോൾ നമ്മൾ വാഹിദ്, ഇസ്നാനി, സലാസ എന്നൊക്കെ പഠിച്ചിരുന്നല്ലോ. അപ്പോൾ സലാസും വ അർബഊൻ 43, സലാസും വ ഖംസൂൻ 53, സിത്തും വ സിത്തൂൻ 66, ഖംസും വ സബഊൻ 75 ആ രൂപത്തിലൊക്കെ എന്ത് ചെയ്യുക, പഠിക്കണം കേട്ടോ, മറക്കണ്ട. അതാണ് ഈ പേജിൽ കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, വാഹിദ് എന്ന് പറഞ്ഞാൽ 1 അല്ലേ, വാഹിദും വ സലാസുൻ എന്ന് പറഞ്ഞാൽ 31, ഇസ്നാനി വ സലാസുൻ എന്ന് പറഞ്ഞാൽ 32, സലാസ വ സലാസുൻ എന്ന് പറഞ്ഞാൽ 33. ആയത്ത് സലാസ, അർബ, ഹംസ, സിത്ത, സബ എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അത് നേരത്തെ പഠിച്ച ഇഷ്റൂന, സലാസുന അതിൽ ചേർത്തിയിട്ട് എന്ത് ചെയ്യുക, അക്കം എഴുതുക കേട്ടോ. വളരെ സിമ്പിളാണ്, ടഫൊന്നുമില്ല. സബാത്ത് എന്ന് പറഞ്ഞാൽ 7 ആണല്ലോ, സലാസുൻ എന്ന് പറഞ്ഞാൽ 30 അപ്പോൾ 30 7 എത്ര, 37 ഓക്കെ. ഇതേ പ്രകാരം എന്ത് ചെയ്യുക, ഓരോന്നും പഠിക്കുക. സമാനിയ വ സലാസുൻ എന്ന് പറഞ്ഞാൽ 38, തിസ്അ വ സലാസുൻ എന്ന് പറഞ്ഞാൽ 39. ഓക്കെ. അർബഊൻ എന്ന് പറഞ്ഞാലോ 40. സിമ്പിളാണല്ലോ. ഇനി അടുത്തത്, ഇത് കുറച്ചും കൂടി സിമ്പിളാണ് കേട്ടോ പഠിച്ചാൽ. കതബ ജാസിം അദ്ദർസ. കതബ ജാസിമുൻ എന്ന് പറഞ്ഞാൽ ജാസിം എഴുതി എന്നാണ്. അദ്ദർസ പാഠഭാഗം. അപ്പോൾ കതബ എന്നുള്ളതാണ് പ്രവർത്തനം അല്ലേ, പ്രവർത്തിച്ചത് എന്താണ് കതബ. അപ്പോൾ അതിലേക്ക് ഫിയോല് എന്നാണ് പറയുക. പ്രവർത്തനത്തിലേക്ക് എന്ത് പറയും, ഫിയോല്, എഴുതി. പിന്നെ എഴുതിയ ആൾ ആരാണ്, പ്രവർത്തിച്ച ആൾ ആരാണ്, ജാസിമാണല്ലോ. അതിലേക്ക് ഫായിൽ എന്ന് പറയും. അപ്പോൾ ഒരു ജുംലയിൽ, ഒരു വാക്കിൽ ഫിയോലും ഫായിലും കണ്ടെത്താൻ വേണ്ടിയിട്ട് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ ആൺകുട്ടി ആയതുകൊണ്ടാണ് കതബ എന്ന് പറഞ്ഞത്. പെൺകുട്ടിയാകുമ്പോൾ കതബത്ത് എന്ന് പറയും, ഒരു താ കൊടുക്കും.
ലാസ്റ്റ് കതബത്ത്. ഓക്കെ, നമ്മൾ അത്ര പഠിച്ചാൽ മതി കേട്ടോ. ദഹബ മുഹമ്മദുൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് പോയി. ദഹബ എന്നുള്ളത് ഫിയോലാണ്, മുഹമ്മദ് എന്നുള്ളത് ഫായിലാണ്. പോയതൊരു പ്രവർത്തനമാണല്ലോ. അപ്പോൾ ദഹബ ഫിയോലാണ്, പിന്നെ മുഹമ്മദുൻ എന്നുള്ളത് ഫായിലാണ്. എന്നാൽ ഫാത്തിമയാണ് പോയത് എന്ന് പറയുമ്പോൾ ദഹബത്ത് ഫാത്തിമ എന്നായിരിക്കും ഉണ്ടാവൽ കേട്ടോ. പെണ്ണുങ്ങളാകുമ്പോൾ അവസാനം താവ് കൊടുക്കും. മനസ്സിലായില്ലേ? മുഅന്നസിൻ്റെ താവ് കൊടുക്കും. അടുത്തത് നോക്കൂ, ഷരിബത്ത് ഫാത്തിമത്തു അൽമാ കേട്ടോ. ഫാത്തിമ വെള്ളം കുടിച്ചു എന്നാണ്. അപ്പോൾ കുടിച്ചതാണ് ഫിയോല് കേട്ടോ. ഷരിബത്ത് എന്ന് പറഞ്ഞാൽ ഫിയോല്, ഫാത്തിമത്തു എന്നുള്ളത് ആ പ്രവർത്തിച്ച ആൾ കേട്ടോ, കർത്താവ് എന്ന് പറയും മലയാളത്തിൽ. അതാണ് ഫാത്തിമ, അത് ഫായിലാണ്. അപ്പോൾ ഒരുപാട് വാക്കുകൾ കൊടുക്കും. ആദ്യത്തെ 2 വാക്കാണ്ട് എടുത്ത് എഴുതിയാൽ മതി. ആദ്യത്തേത് ഫിയോലും രണ്ടാമത്തേത് ഫായിലും. അങ്ങനെയാണ് കണ്ടെത്തി ഒരു ഷോർട്ട് വൈക്ക് എഴുതിയാൽ മതി. ആശയം മനസ്സിലാക്കിയാൽ വളരെ സിമ്പിളാണ് കേട്ടോ. ഇതൊക്കെ ഫിയോലും ഫായിലും പരീക്ഷയ്ക്ക് ഉറപ്പായും വരും കേട്ടോ. നിങ്ങൾ പഠിച്ചാൽ തീർച്ചയായിട്ടും സുഖമായിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. മറക്കണ്ട, നമ്മുടെ പാഠപുസ്തകത്തിലുണ്ടത്. ഇനി അടുത്തത് നോക്കൂ, അൽ കലിമാത്തു തഹ്ദീബിയ, പരസ്പരം അഭിസംബോധന ചെയ്യുമ്പോൾ ഉള്ളതായ വാക്കുകൾ, അഭിവാദ്യ വാക്കുകൾ ഉണ്ടാവുമല്ലോ. അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം. ഇത് 1ാം ക്ലാസ്സിൽ നിന്നേ പഠിക്കുന്നതാണ് കേട്ടോ. സബാഹുൽ ഖൈർ, സബാഹുന്നൂർ, മസാ ഉൽ ഖൈർ, മസാ ഉന്നൂർ, പിന്നെ കൈഫൽ ഹാൽ, സൈൻ, അൽഹംദുലില്ലാ, ശുക്രൻ, അഫ്വൻ എന്നൊക്കെ ഉണ്ടാവുമല്ലോ. ഓരോ വാക്കുകളൊക്കെ പരസ്പരം സംസാരിക്കുമ്പോൾ അറബിയിൽ ഒരു വാക്ക് പറയുമ്പോൾ അതിനൊക്കെ മറുപടി കൊടുക്കാനുള്ള വാക്കുകളൊക്കെ വളരെ സിമ്പിളായിട്ടുള്ളതായ പദങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ, മഅസ്സലാമ, മഅസ്സലാമ ഇലൽ ലിഖാ, അതൊക്കെ സാധാരണ പറയേണ്ട വാക്കുകളാണ്. അപ്പോൾ ഒരു സംഭാഷണത്തിൽ ഒരാൾ മഅസ്സലാമ എന്ന് പറഞ്ഞു, മറ്റു ഭാഗത്ത് ഡാഷ് കൊടുത്താൽ അവിടെ ഇലൽ ലിഖാ നമ്മൾ എഴുതി കൊടുക്കണം. അതുപോലെ ജസാക്കല്ലാ എന്ന് പറഞ്ഞാൽ മറുപടിയായിട്ട് ബാറക്കല്ലാ എന്നൊക്കെ നമ്മൾ മറുപടി പറയാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഉഷാറായിട്ട് പഠിച്ചാൽ തീർച്ചയായിട്ടും പരീക്ഷയിൽ ഫുൾ മാർക്ക് ലഭിക്കുന്നതാണ്. അവസാനം മാഷാ അല്ലാ ഇൻഷാ അല്ലാ, ഇത് സിമ്പിളാണ് കേട്ടോ. മാഷാ അല്ലാ ഇൻഷാ അല്ലാ.